നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ LDF കൗൺസിലർമാർ സമരത്തിന്റെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം സുഗതനോ മറ്റാരും തന്നെ അവരുടെ അഴിമതി കഥകൾ നേരത്തെ കുഴിച്ചുമൂടി എന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വിശ്വസിച്ചിരുന്ന അവരുടെ അഴിമതി കഥകൾ ഓരോന്നായിട്ട് VV രാജേഷ് എടുത്ത് അന്വേഷിക്കാൻ പോകുന്നു എന്നതാണ്. അതിൻ്റെ അങ്കലാപ്പാണ് ഈ സമരത്തിന് പിന്നിൽ. അല്ലാതെ സുഗതനോ മറ്റൊരു വിഷയവുമല്ല ഇതിൻ്റെ പിന്നിലെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇവർ വിഴിഞ്ഞം വാർഡിലെ ഫ്ലാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടെ പൊട്ടി ഒലിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിവിട്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കാൻ പോകുന്നു, ഫോറൻസിക് പരിശോധനകൾ നടത്താൻ പോകുന്നു. ആ ഫോറൻസിക് പരിശോധനയുടെ ചുമതല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ, മ്യൂസിയത്തെ മൾട്ടി ലെവൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ LDF നേതാക്കന്മാർ ചില മറ്റു പരിപാടികളും കൂടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കോർപ്പറേഷന്റെ വക കെട്ടിടങ്ങൾ ഇവർ വാടകയ്ക്കെടുക്കുകയും വലിയ വാടകയ്ക്ക് മറിച്ചു കൊടുക്കുകയും ചെയ്ത് ദീർഘനാൾ അതിൽ നിന്ന് പണം സമ്പാദിച്ചിരുന്നു. അതെല്ലാം തന്നെ കോർപ്പറേഷൻ പിടിച്ചെടുക്കേണ്ടായി. അതിൻ്റെ മേൽ നടത്തിയ അഴിമതികളും മറ്റു കാര്യങ്ങളും എല്ലാം ഇനി അത് പുറത്തു കൊണ്ടുവരുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് മേയർ VV രാജേഷ്. അതാണ് CPM-നെ ഇങ്ങനെ വെട്ടിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം അവർ കയ്യേറി പാർത്തിരുന്ന ഇടങ്ങൾ കൂടി ഒഴിപ്പിക്കുകയാണ്. അവിടെ കണ്ടെത്തിയ മദ്യക്കുപ്പികളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അവർ അഭിമുഖീകരിക്കേണ്ടി വരിക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ ആയിരിക്കും, വലിയ രീതിയിലുള്ള ജനവികാരത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് മേയറിന്റെ ഓഫീസിന് മുന്നിൽ തന്നെ ഈ സമരം മാറ്റിയത്. പക്ഷെ അങ്ങനെ സമരം മാറ്റിയത് കൊണ്ടും ജനങ്ങളുടെ വികാരം എതിരാവുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും മുൻ മന്ത്രിമാരും ഒക്കെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ മേയർ വളരെ ധൈര്യത്തോടു കൂടി അവർ എന്തു വേണോ പറഞ്ഞുകൊട്ടെ, അവർക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകുവാൻ താൻ ഒരുക്കമല്ല എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. സമരങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ മറ്റു ചില അന്തർനാടകങ്ങളും കൂടെ ഉണ്ടാകുന്നുണ്ട്. അത് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഒന്ന് ഭരണത്തിൽ കയറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കന്മാരെ ചാക്കിലാക്കുവാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷേ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടപടലം തെണ്ടിത്തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറുമെന്നുള്ള കാര്യം അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് കൈ കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, 1/3 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ പറ്റുള്ളൂ. അതുപോലും കോൺഗ്രസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതും വല്ല ഒരു പ്രശ്നവും കോർപ്പറേഷനകത്ത് ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് തന്നെയാണ് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ജനവികാരം ഇപ്പോൾ മേയറിന് അനുകൂലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷം അവർക്ക് കൈ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കട്ടപ്പുറത്തായി തന്നെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. ഇത് അനുകൂലമായി മേയർ മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വാഴോട്ടുകുളം വാർഡിൽ വന്നാൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൗൺസിലർ സുഗതന് അയോഗ്യത ഉണ്ടായാൽ പോലും മറ്റ് തരത്തിലുള്ളതായ ഒരു പ്രശ്നവും അവിടെ നടക്കാൻ പോകുന്നില്ല. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാകുവാനും പോകുന്നില്ല. BJPക്ക് വളരെ കൃത്യമായ രീതിയിൽ ഭരണം നടത്താൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ മെജോറിറ്റി തന്നെ ഇപ്പോഴുണ്ട്. ഇവർ തമ്മിൽ കൂടി യോജിച്ചാൽ പോലും ഒരു ഭരണം നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു മെജോറിറ്റി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ലഭിക്കുവാൻ പോകുന്നില്ല. തമ്മിലടിയും കൂടെ ആകുമ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും യോജിക്കുവാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തോടു കൂടി എന്ത് വന്നാലും നേരിടാൻ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് VV രാജേഷ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില ഗുണ്ടായിസവും പരിപാടികളുമായിട്ട് വന്നപ്പോൾ അതിനെയും നേരിടുവാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രാപ്തമാണ് എന്ന് തെളിയിക്കുകയാണ് BJPയുടെ കൗൺസിലർമാരും ഒപ്പം മേയറും. എന്തായാലും ഞങ്ങൾ ഭരിക്കും, 5 വർഷം ഭരിക്കും, ഈ നാടിനെ ഒരു നല്ല വികസനത്തിന്റെ പാതയിൽ ഞങ്ങൾ എത്തിച്ചാൽ മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞയിൽ തന്നെ അവർ മുന്നോട്ടാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമോ സഹിക്കാൻ തയ്യാറാണ് എന്നാണ് മേയറും കൗൺസിലർമാരും പറയുന്നത്. എന്തായാലും ഇനി എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ, അതായത് UDFന്റെയും LDFന്റെയും കൗൺസിലർമാരുടെ നീക്കമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ വലിയ പരാജയം തന്നെയാണ് അവർക്ക് നേരിട്ടിട്ടുള്ളത്.